ഇന്ന് രുചികരമായ മറ്റൊരു റെസിപ്പിയിൽ വെണ്ടയ്ക്ക മോരുകറി ഉണ്ടാക്കാം. അതിനായി ചെറിയ വെണ്ടയ്ക്ക 5 എണ്ണം ഇതേമാതിരി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി ഉടച്ചെടുത്ത തൈരാണിത്. ഒരു വിസ്ക് വെച്ചിട്ട് ഉടച്ചെടുക്കാനേ പാടുള്ളൂ, മിക്സി ഉപയോഗിക്കരുത്. മിക്സിയിൽ തൈര് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ തൈര് വല്ലാതെ നേർത്തു പോകും. അരപ്പിനാവശ്യമായ സാധനങ്ങൾ പറയാം. ചിരകിയ തേങ്ങ, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, നല്ല ജീരകം, പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി. ഇതെല്ലാം ഒരു മിക്സി ജാറിലേക്കിട്ട് അരയ്ക്കാൻ ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇതുപോലെ അരച്ചെടുക്കണം. ഇനി ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കടുകിടാം. കടുക് മുഴുവൻ പൊട്ടിക്കോട്ടെ. അതിനുശേഷം അതിലേക്ക് ഉലുവ ഇടാം. ഉലുവയും നല്ലതുപോലെ ഒന്ന് മൂക്കണം. അതിനുശേഷം ഫ്ലെയിം സിമ്മർ ചെയ്യണം. ഇനി വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഉണക്കമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഉണക്കമുളക് കൂടുതലൊന്നുമില്ല, 3 എണ്ണേ ഉള്ളൂ, അത് കട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുതായി കളർ ചേഞ്ച് വരുന്നത് വരെ വഴറ്റണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി ഇതിലേക്ക് എരിവുള്ള മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടാം. പൊടികളുടെ റോ ടേസ്റ്റ് പോകാൻ വേണ്ടി ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റണം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഇടാം. ഒന്നിളക്കി കൊടുക്കാം. അതിനുശേഷം ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. ഒന്ന് വഴറ്റിയതിനു ശേഷം പാൻ്റെ സെൻറ്ററിലേക്ക് ഒതുക്കി വെക്കണം. ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക്. ഇനി അതൊരു 3 മിനിറ്റ് അങ്ങനെ ഇരുന്ന് വേകട്ടെ. ഒരു 3 മിനിറ്റിന് ശേഷം അത് ഓപ്പൺ ചെയ്യാം. വെണ്ടയ്ക്ക വേകുകയും ചെയ്തു, ചെറുതായിട്ടൊന്ന് മൊരിയുകയും ചെയ്തു. അതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഒഴിക്കാം. ഫ്ലെയിം ഇപ്പോഴും സിമ്മറിലാണ്. ഇനി അരപ്പുമായി നല്ലതുപോലെ മിക്സ് ചെയ്യണം. അരപ്പിൻ്റെ റോ ടേസ്റ്റ് മാറുകയും വേണം. ഒരു 2-3 മിനിറ്റ് ഇതേമാതിരി ഇളക്കണം. അതിനുശേഷം ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് അതിലേക്ക് ഒഴിക്കണം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതിനോടൊപ്പം ഫ്ലെയിം ഓഫ് ചെയ്യുകയും വേണം, ഇല്ലെങ്കിൽ പിരിഞ്ഞു പോകും. നല്ലതുപോലെ മിക്സ് ചെയ്തതിനു ശേഷം ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. വെണ്ടയ്ക്ക മോരുകറി തയ്യാറായി കഴിഞ്ഞു. ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം.